മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയും മഴക്കെടുതിക്കിടെ വിരുന്നിൽ പങ്കെടുത്തതും ആയുധമാക്കി പ്രതിപക്ഷം. സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും കഴിഞ്ഞ ദിവസം മലപ്പുറം പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ എത്തിയതുമാണ് വിവാദമായത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് CPM നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തി. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിന് വെല്ലുവിളിയെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. വിരുന്ന് അനവസരത്തിലായെന്ന് എ റഹീം വിമർശിച്ചു. സ്വകാര്യ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ശരിയായില്ല എന്ന് പി രാജീവ്. എന്നാൽ ഹെലികോപ്റ്റർ യാത്രയൊക്കെ സ്വാഭാവികമാണ് എന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ന് പിണറായി എങ്ങാനും ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ നമ്മുടെ പത്രങ്ങളൊന്നും മനസ്സിൽ നിങ്ങളൊന്നും സങ്കല്പിച്ചു നോക്കി എങ്ങനെയൊക്കെ ആകുമായിരുന്നു. അതിവേഗതയിലുള്ള ഒരു മാറ്റം വാക്ക് അധികാരത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ളതാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ്, അധികാരം കിട്ടിയപ്പോൾ പ്രവർത്തിക്കുന്നത് എന്താണ്? അത് കാണിക്കുന്നത് ഈ ധാർമ്മികത എന്ന് പറയുന്നതും വാക്കെന്ന് പറയുന്നതും ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അതോടുകൂടി തന്നെ വസ്ത്രം മാറുന്ന അതേ ലാഘവത്വത്തോടുകൂടി നേരത്തെ പറഞ്ഞതെല്ലാം പൂർണ്ണമായും ഊരിക്കളഞ്ഞുകൊണ്ട് അധികാരത്തിൻ്റെതായ ഭാഗങ്ങൾ മാത്രമായി മാറുന്നു എന്നാണ് കാണുന്നത്. ഒരു മാറ്റം എന്ന ആഗ്രഹത്തിൽ വോട്ട് ചെയ്ത ഒത്തിരിയേറെ ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അതിവേഗതയിൽ തന്നെ മാറ്റത്തിൻ്റെ അനുഭവം നേരിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണേണ്ടത്. ഈ ഹെലികോപ്റ്റർ വെറുതെ ഇവിടെ കിടക്കല്ലേ, കേരളത്തിന്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോൾ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത്. ഹെലികോപ്റ്ററിലൊക്കെ കയറുന്ന എന്താ കുഴപ്പം? മുമ്പ് മുഖ്യമന്ത്രിമാർ കയറിയിട്ടല്ല. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് കേൾക്കാറുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാവശ്യം വന്നാലല്ലേ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ. കാറും ട്രെയിനും എത്താൻ വൈകുന്നിടത്താണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കുക. അത് സാധാരണ പതിവാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറിയ ഞങ്ങൾ ആരും പരാതി പറഞ്ഞിട്ടില്ല. TV പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, കെ മുരളീധരൻ ആ അവസാനം പറഞ്ഞ വരിയിൽ ഒരു വസ്തുതാവിരുദ്ധതയുണ്ട്. കാരണം പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറിയത് ദൂർത്താണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നതു തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഇത് ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളും വലിയ പ്രളയസമാനമായ സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് വലിയ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുന്നില്ല എന്നതാണ്. പക്ഷെ ഔദ്യോഗിക യാത്രയ്ക്ക് പോയതാണ് എന്ന വിശദീകരണം മാത്രമല്ല, 25 മണിക്കൂർ പറക്കാനുള്ള പണമടക്കമാണ് ഓരോ മാസവും നൽകുന്നത്. അതുകൊണ്ട് അധിക ചിലവുണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയാണ് ഭരണപക്ഷം പ്രതിരോധിക്കുന്നത്. മാധു, ഇതിൽ അധിക ചെലവ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് പൂർണ്ണമായും അത് പരിശോധിച്ച് തീർന്നില്ല എന്നുള്ളതാണ്. അതിൽ കുറെ ഘടകങ്ങൾ പരിശോധിക്കേണ്ടി വരും, ചെലവുണ്ടായോ ഇല്ലയോ എന്ന കാര്യത്തിൽ. പക്ഷേ ഇത് പ്രശ്നമാകുന്നത് മാധു, അന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അന്ന് വാടകയ്ക്കെടുത്തതിന് പിന്നാലെ ആ ഹെലികോപ്റ്റർ മറ്റു പല ആവശ്യങ്ങൾക്കും ധാരാളം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രളയത്തിന്റെ സാഹചര്യത്തിലും അതുപോലെ സംസ്ഥാനത്തിന് വേണ്ടുന്ന മറ്റ് പല ഘട്ടങ്ങളിലും ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ സ്വകാര്യ യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്താണ് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞത് ഈ സമയത്ത് വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല മാധു, ഇത്ര വലിയ രീതിയിൽ പ്രളയം നമ്മുടെ മറ്റ് ജില്ലകളെ പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലുമെല്ലാം വലിയ തോതിൽ നിൽക്കുന്ന സമയത്ത് പോലും മാധ്യമങ്ങളോട് ഒരക്ഷരം സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ വിമർശനങ്ങളും LDF നേതാക്കൾ പല കോണുകളിൽ നിന്ന് ഉയർത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ രീതിയിൽ മലപ്പുറത്ത് ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ മന്ത്രിമാരോടും പ്രളയം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും അതേസമയത്ത് തന്നെ മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് എന്ത് നീതിയാണ് എന്നുള്ളതാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും ഹെലികോപ്റ്റർ യാത്ര വിവാദമായതിന് പിന്നിൽ നേരത്തെ വി ഡി സതീശൻ ഉയർത്തിയ ആ വാക്കുകൾ അത് തിരിഞ്ഞുകൊത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ യാത്ര ഔദ്യോഗികമാണ് എന്നുള്ളതൊക്കെ വിശദീകരിക്കാം. പക്ഷെ പൊന്നാനിയിൽ നടന്ന വിരുന്നുമായി ബന്ധപ്പെട്ട് അത് ഈ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുക എന്ന് പറയുന്ന പഴയ ഈ പഴഞ്ചൊല്ലുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജനം വീട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ഭരണകർത്താവിന് ആ രീതിയിൽ നിസ്സംഗത പാലിക്കാൻ കഴിയുന്നത്, ആഘോഷങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നത് എന്ന വിമർശനമാണ് ഉണ്ടാകുന്നത്.
ഉറപ്പായും അതും വലിയ വിമർശനമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പടരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ രാവിലെ പുലർന്നത് തന്നെ ആൾക്കാർ വലിയ ഞെട്ടലോടുകൂടിയാണ്. പ്രത്യേകിച്ച് അത്രയേറെ ആളുകൾ മരിക്കുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലടിയിലാകുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു. ആ സമയത്തെല്ലാം ആ സ്ഥലത്തേക്ക് മന്ത്രിമാരെ അയക്കുന്നു, അതല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ഓരോ സമയവും പ്രവർത്തിക്കുന്ന സമയത്തും അതിനിടയിലാണ് ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ മാധ്യമങ്ങൾ പ്രതികരണത്തിന് വേണ്ടി ചോദിക്കുന്ന സമയത്ത് അതെല്ലാം ഓഫീസിൽ നിന്ന് വിശദീകരണം തേടും എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന മുഖ്യമന്ത്രിയെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്നതാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് ജനങ്ങളെ ഒന്നാശ്വസിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന മുഖ്യമന്ത്രിയല്ല ഇന്നലെ കണ്ടിട്ടുള്ളത് എന്ന രൂക്ഷമായ വിമർശനമാണ് LDF ഉന്നയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെലികോപ്റ്ററിനൊപ്പം മലപ്പുറത്തെ വിരുന്ന്, ഇന്നലത്തെ ദിവസം തെരഞ്ഞെടുപ്പിലും അതിരൂക്ഷ വിമർശനം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ളത്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉണ്ടാകുന്നു. ഓഫീസിൽ നിന്ന് ബ്രീഫ് ചെയ്യുമെന്നുള്ളതാണ് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് പ്രതികരണം നടത്താൻ കഴിയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഒരു നോട്ടായി വന്നാൽ മതി എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ പൊന്നാനി സന്ദർശനവും വിരുന്നുണ്ണലുമൊക്കെ. സ്വാഭാവികമായും വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നു. ധൂർത്താണ് എന്ന് പഴയ മുഖ്യമന്ത്രിയെ വിമർശിച്ച കാര്യങ്ങൾ ഇപ്പോൾ കുത്തി പുറത്തെടുത്ത് അത് വലിയ തോതിൽ വിമർശനത്തിന് ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷം.